Very good morning, everyone. Today I'm going to just show you the solar photovoltaic system which is being installed at my home. രണ്ട് സിസ്റ്റംസ് ഉണ്ട്, രണ്ട് വീടുകൾ തൊട്ടടുത്തടുത്തിരിക്കുന്ന രണ്ട് വീടുകളിലായിട്ട്. അപ്പോൾ ലെറ്റ് us continue. This is the solar panel setup for a 2 kilowatt peak off-grid type inverter. ഇത് എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. Each panel consists of 255 watt peak. So 4 panel ആവുമ്പോൾ 1 kilowatt approximate peak and 2 set ആവുമ്പോൾ 2 kilowatt peak. So ഇതിൽ so you can see that there is a junction box here. Okay. ഈ ജംഗ്ഷൻ ബോക്സിലേക്കാണ് ഈ സോളാർ പാനലിൽ നിന്നുള്ള DC കേബിളുകളെല്ലാം വന്ന് കയറിയിരിക്കുന്നത്. ഓരോ പാനലിൻ്റെ അടിയിൽ അതിൻ്റെ കേബിൾ ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് എടുക്കാനുള്ള ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദി സ്പെസിഫിക്കേഷൻ ഓഫ് ഈച്ച് പാനൽ. ഓരോന്നിൻ്റെയും പല പല മാക്സിമം പവർ, കറണ്ട്, ദെൻ ഓപ്പൺ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ആർ ബീൻ റെക്കോർഡഡ്. സോ ഈ പാനലിൽ രണ്ട് പാനലിലും നിന്നുമുള്ള കേബിൾസ് എല്ലാം കണക്ട് ചെയ്ത് ഈ ഒരു DC ജംഗ്ഷൻ ബോക്സിനകത്ത് വരും. ദിസ് ഇസ് എ DC ജംഗ്ഷൻ ബോക്സ്. ഇതിനകത്ത് ഒരു ഫ്യൂസും, ലെഫ്റ്റ് കാണുന്നത് ഒരു ഫ്യൂസ് യൂണിറ്റ് ആണ്. റൈറ്റിൽ കാണുന്ന 3 ദേസ് ആർ SPDs or സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. ഫ്രം ദെയർ ഇറ്റ് ഈസ് ബീങ് ബ്രോട്ട് ടു ഇൻസൈഡ് ഓഫ് ദി ഹൗസ്. നൗ ലെറ്റ് us മൂവ് on. So this is the inverter and battery setup. ഈ മേളിൽ നിന്നാണ് ഈ കേബിൾ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച DC കേബിൾ വരുന്നു. DC കേബിൾ വന്ന് താഴെ ഇറങ്ങി. ഇറ്റ് ഈസ് ബീങ് ഫെഡ് ടു ദി DC ഇൻപുട്ട്. ഓക്കെ, DC ഇൻപുട്ട്. ആൻഡ് രണ്ടാമത് 2 ടെർമിനൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ദോസ് ആർ ഫോർ കണക്ടിങ് ദ ബാറ്ററി. ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ്. Then this is the inverter. This is a 2000 VA 2000 volt ampere inverter. Pure sine wave ആണ്. It's an off-grid inverter. So currently you can see that solar charging is happening and inverter is also on. Currently my house is being connected. Battery voltage is 56.6 volt. Panel voltage is 114.4 volt, 16 ampere. 114 volt കാണിക്കുകയാണെങ്കിൽ that means it is being charging. 16 ampere charging current ഉണ്ട്. 21 വാട്ട്സേ ലോഡുള്ളൂ. വളരെ കുറവാണ്, ലോഡ് വളരെ കുറവാണ്. Because it's daytime and very less people inside the house. Then from this inverter there are AC output terminals. See, this is the AC output terminal. അതൊരു പ്ലഗ് പോയിന്റ് ആണ്. PCU out. Then from that plug point it is being brought to an AC distribution panel. So this is for a 2 kilowatt peak solar output. ഇതിൽ വേറെ ഒന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു എനർജി മീറ്റർ ഉണ്ട്. This is the energy meter. These two are surge protectors or surge protective devices. This single unit actually, not these two. Then ഇത് 3 ബ്രേക്കേഴ്സ് ആണ്. ഇതിൽ നമുക്ക് we have PCO output, mains input, load 1 and load 2. മെയിൻസ് ഇൻപുട്ടിനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ അതിനും പിന്നെ 2 ഔട്ടിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ രണ്ടിനും വേണ്ടിയിട്ടാണ് മൊത്തം 3 ബ്രേക്കറുകൾ. ദിസ് ഈസ് സെലക്ടർ സ്വിച്ച്. ഇതിലിപ്പോൾ സോളാറിലേക്ക് ഇട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്ക് സോളാറിൽ നിന്നുള്ള പവർ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ടേൺ ഇറ്റ് ബാക്ക് ടു ദ AC മെയിൻസ് ആൻഡ് ഇഫ് ദ AC മെയിൻസ് ഈസ് കണക്റ്റഡ് ഇൻസൈഡ് ഹിയർ ദെൻ എനിക്ക് മെയിൻസിൽ നിന്നുള്ള സപ്ലൈ എടുക്കാൻ പറ്റും. ബട്ട് ഈ ഒരു പ്രൊവിഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ഐ ഹാവ് എ ചേഞ്ച് ഓവർ സ്വിച്ച് ഇൻസ്റ്റാൾഡ് at my main panel board. This is the solar inverter battery.
It's a tower tubular type battery. Height കണ്ടാൽ നിങ്ങൾക്കറിയാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ നോർമലി യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ബാറ്ററീസിനെ കാട്ടി കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്. ബിക്കോസ് ഫ്രീക്വന്റ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾസ് വരുമ്പോൾ ദി ലെഡ് ലെയർ ഹാസ് ടു ഹാവ് മാക്സിമം ക്രോസ് സെക്ഷൻ ഏരിയ. എന്നാൽ മാത്രമേ ഡീപ് ഡിസ്ചാർജിങ്ങും ഫ്രീക്വന്റ് ചാർജിങ്ങും നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ ട്യൂബുലർ ഇറ്റ്സ് എ ടവർ ട്യൂബുലർ ബാറ്ററി. ഹൈറ്റ് കൂടിയതാണ്. There are 1, 2, 3, 4, 5, 6, 7, 8 batteries, each of 150 Ah capacity, 12 volt 150 Ah. If you from this connection you can say that this is the positive lead, negative is connected to the positive of the next, negative to positive of the next, then negative to positive of the next, then from negative it is being taken to the DC side of the inverter. സോ 12 12 12 12 12 വോൾട്ടിൻ്റെ സെല്ല് ബാറ്ററികൾ സീരീസ് കണക്റ്റഡ് ആണ്, വിച്ച് മേക്സ് ഇറ്റ് 48 വോൾട്ട്. 48 വോൾട്ട് നോമിനൽ വോൾട്ടേജ് ആണ്. 56.6 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബീങ് ചാർജിങ്. ഹയർ വോൾട്ടേജ് എപ്പോഴും ചാർജിങ്ങിന് ഹയർ വോൾട്ടേജ് കാണിക്കും. സോ അങ്ങനെ താഴെയും ഇതുപോലെ സീരീസ് കണക്റ്റഡ് സെൽ ബാറ്ററീസ് ഉണ്ട് 48 വോൾട്ടിൻ്റെ. ആൻഡ് ദീസ് ടു ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സി യൂസിങ് ദിസ് വയർ, ദീസ് ടു വയേഴ്സ്. ഓക്കെ, these are connected in parallel, and from there it is being fed to the inverter unit. ഇനി ഇവിടെ നിന്നും തിരിച്ച് എൻ്റെ AC DBയിൽ, അതായത് എൻ്റെ വീടിനകത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കുള്ള കണക്ഷനാണ് ഈ വഴി താഴേക്ക് പോകുന്നത്. ദാറ്റ്സ് എ കൺസീൽഡ് വയർ. ദിസ് ഇസ് ദ ഇൻസൈഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻസൈഡ് മൈ ഹൗസ്. ഇത് സാധാരണ രീതിയിലുള്ളൊരു 3-phase 4-way ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. ദീസ് ആർ ദ ഫേസ് സെലക്ടേഴ്സ്. 3-phase ഫേസ് സെലക്ടേഴ്സ് സ്വിച്ചുകളാണ്. നമുക്ക് AC ഇൻപുട്ട് വരുന്നതിന് ആവശ്യമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഫേസ് മാറ്റാം. കറന്റ് ഞാൻ സിംഗിൾ ഫേസ് കണക്ഷനാണ് അവൈൽ ചെയ്തിരിക്കുന്നത്. സോ ഓൾ ആർ കണക്റ്റഡ് ടു സിംഗിൾ ഫേസ് ഇറ്റ് സെൽഫ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫ്രം ദെയർ ഒരു ELCBയിലേക്ക് കണക്ട് ആവും. ഫ്രം ദെയർ ഇതൊരു ഐസൊലേറ്റർ വയ്ക്കേണ്ട പോർഷനാണ്. പക്ഷേ instead of the isolator I have used a changeover switch. See, this is a changeover switch, 40 ampere Legrand. This is the one position under. This is the position where solar power is being connected. If I switch it off, this is the off position. In 2 position I will get the power from the supply mains. So let me switch it back to solar, because it's daytime and KCB supply is actually not required at daytime. So this is the setup. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട 2 kilowatt peak സിസ്റ്റമാണ് ആ റൂഫ് ടോപ്പിലിരിക്കുന്നത്. ദാറ്റ് ഇസ് മൈ ഹൗസ്. നൗ ഐ ആം സ്റ്റാൻഡിങ് above my uncle's house, terrace. So here also we have a solar PV electric generator system. 1 kilowatt peak ആണ്. എപ്പോഴും നമ്മൾ ജനറേഷൻ സോളാറിൻ്റെ കേസിൽ, റിന്യൂവബിൾസിൻ്റെ കേസിൽ പറയുമ്പോൾ പീക്ക് വാട്ടേജിൽ മാത്രമേ പറയാറുള്ളൂ. ബിക്കോസ് ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യും. സോ മാക്സിമം പവർ മാത്രമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഈച്ച് പാനൽ ഈസ് ഹാവിങ് അബൌട്ട് 255 വാട്ട് പീക്ക്. സോ 4 പാനലാകുമ്പോൾ അറൗണ്ട് 1000 വാട്ട് പീക്ക് ഓർ 1 കിലോവാട്ട് പീക്ക് ആണ്. ലെറ്റ് us see. ഇത് കുറച്ചുകൂടെ പഴക്കമുള്ള പാനലാണ്. 2014 ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇറ്റ് ഹസ് ബീൻ 6 years now, whereas the other one is just recent one, 2 years നകത്തേ ആയിട്ടുള്ളൂ. Now let us see the battery and the related equipment. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സോളാർ DC പവർ പാനലിൽ നിന്നും there will be a DC junction box. This is the junction box. ഇവിടെ വന്നിട്ട് ആ DC പവർ അവിടെ നിന്നും ഒരു കേബിളിംഗ് വഴി connected it to the room where the control panel is situated. This is the control panel. So ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ എലോബറേറ്റ് ആയിട്ടുള്ള ഒരു പാനലാണ്. ഹിയർ വി ഹാവ് ദി മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, അനലോഗ് മീറ്റേഴ്സ് ഹിയർ. ഈ കാണുന്ന സാധനം ഇറ്റ്സ് എ ഷണ്ട്. ആക്ച്വലി കറണ്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെഷറിംഗ് പർപ്പസിന് വേണ്ടി കറണ്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ്. മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ നിങ്ങളിത് കാര്യമായിട്ട് പഠിക്കും. ദിസ് ഇസ് എ ഷണ്ട്. Then the power coming from the solar is here. From here ഇതുവഴി വന്നിട്ട് തിരിച്ച്
എന്താണ് ഈ ബോർഡ് വഴി കയറി there is a power handling unit inside this inverter. This is the inverter box. ഇതിന്റെ കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല, ഇതെല്ലാം പുറകെയാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് വാൾ മൗണ്ട് ആയിട്ട്. അപ്പോൾ അവിടെ നിന്നും കേബിളിംഗ് ഈസ് ദർ, DC cable is going out and it is being connected to the battery. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ 1 kilowatt പീക്ക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വർക്ക്സ് ഓൺ 24 വോൾട്ട് സെറ്റപ്പ്. 2 ബാറ്ററികൾ സീരീസ് കണക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള 2 സീരീസ് കണക്റ്റഡ് സെറ്റപ്പിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ 4 ബാറ്ററീസ്. ദിസ് ഇസ് ആൾസോ 150Ah. ഇത് ഞാൻ പറഞ്ഞു പഴയ സിസ്റ്റമാണ്. സോ ദിസ് ഈസ് യൂസിങ് നോർമൽ ട്യൂബുലർ ബാറ്ററീസ്. ദീസ് ആർ നോട്ട് അവർ ട്യൂബുലർ ബാറ്ററീസ്. 6 വർഷത്തോളമായി, മേ ബി ഒരു വർഷം കൂടെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫ്രം ദ ബാറ്ററി ഇൻവെർട്ടറിലേക്ക് കണക്ഷൻസ് ഉണ്ട്. Then from the inverter, the AC current which is being generated is being fed into this control panel, AC control panel. So the battery nulla power is being connected to the inverter. ഇൻവെർട്ടർ ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ ആണ് ഈ ബാറ്ററിയുടെ ചാർജ് കൺട്രോളർ. അതുപോലെ സോളാറിന് വി ഹാവ് സംതിങ് കോൾഡ് ആസ് എ മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ, MPPT. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഫോർ മാക്സിമൈസിങ് ദി എനർജി ഔട്ട്പുട്ട് ഓഫ് ദി സോളാർ പവർ പ്ലാന്റ്. അപ്പോൾ അതെല്ലാം ഈ ഇൻവെർട്ടർ യൂണിറ്റിനകത്താണ്. ഫ്രം ദിസ് DC യൂസ് ചെയ്തിട്ട് ഈ ഇൻവെർട്ടർ വിൽ ഇൻവേർട്ട് ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു 20 volt 50 Hz AC. ആൻഡ് ദിസ് ഈസ് ദി AC പവർ പാനൽ. വേറൊന്നുമില്ല, കണക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ടെർമിനലുകളുണ്ട്. ദെൻ വി ഹാവ് എൻ ELCB ആൻഡ് ELCB പ്ലസ് ഐസൊലേറ്റർ. ദെൻ there is a energy meter also for measuring the energy which has been utilized from the solar PV system. So that's all. So I hope that you guys have enjoyed this video. ഇത് ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ സിസ്റ്റം, അതിൻ്റെ വേരിയസ് പാർട്സും മറ്റുമൊക്കെ നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. So thank you for watching. Bye bye.